ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് തെറ്റായ പഠനശീലങ്ങളെ കുറിച്ചിട്ടാണ്. പാരൻസ് ആയിക്കഴിഞ്ഞാലും ടീച്ചേഴ്സിനായിക്കഴിഞ്ഞാലും ഒരു കുട്ടി എപ്പോൾ പഠിക്കണം, എത്ര സമയം പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് തുടങ്ങിയ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് ഭയങ്കര വറീഡാണ്. കുട്ടികൾ എപ്പോഴാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അവരെ വളർത്തേണ്ടത്, എന്ത് പറഞ്ഞ് പഠിപ്പിക്കണം, എന്ത് ചെയ്താലാണ് കുറച്ചും കൂടി നന്നായിട്ട് അവരെ പഠിപ്പിക്കാനാവുന്നത്, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ഒരു കൂട്ടം സംശയങ്ങളും കൊണ്ടാണ് പല പേരൻസും നമ്മുടെ അടുത്ത് വരുന്നത്. ഇതുപോലെ തന്നെയാണ് ടീച്ചേഴ്സ്. എങ്ങനെയാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, ഇതിനേക്കാൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ക്ലാസ്സിലിരിക്കാനായിട്ട് അവർക്ക് ഞാൻ എന്തെല്ലാം ടിപ്സ് നൽകണം, എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം, എങ്ങനെ പഠിക്കണമെന്നാണ് ഞാൻ അവരെ അഡ്വൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എപ്പോഴാണ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഇരുത്തേണ്ടത്, അല്ലെങ്കിൽ കുട്ടികൾ എപ്പോഴാണ് പഠിക്കേണ്ടത്, ഏത് സമയത്താണ് പഠിക്കേണ്ടത് എന്നൊരു ചോദ്യം പലപ്പോഴും പാരൻസിനും കുട്ടികളെയും ഒരുപോലെ തന്നെ സംശയത്തിലാക്കുന്ന ഒരു കാര്യമാണ്. പലർക്കും പഠിക്കേണ്ട സമയം അവനവന് യോജിച്ച സമയമാണ്. ഇപ്പോൾ ചില കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ട് വന്നാൽ തന്നെ മേലൊക്കെ കഴുകി എന്തെങ്കിലും കഴിച്ച് ഉടനെ തന്നെ പഠിക്കാനിരിക്കുന്നവരുണ്ട്. 5 മണിക്ക് അവർ പഠിക്കാനിരുന്ന് തുടങ്ങിയാൽ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവരെല്ലാ പഠിപ്പും തീർത്ത് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പാട്ടോ ഡാൻസോ അല്ലെങ്കിൽ TV കാണലോ ഗെയിം കളിക്കലോ ഒക്കെ ആയിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവർ സിസ്റ്റമാറ്റിക് അങ്ങനെ പഠിച്ചുകൊണ്ട് പോകും. ഒരു 4 മണി ആകുമ്പോഴേക്കും വീട്ടിലെത്തുന്ന കുട്ടികൾ ഒരു 4:30 ആകുമ്പോഴത്തേനും കുളിച്ച് ഫ്രഷ് ആയിട്ട് അവരിങ്ങനെ 5 മണിയാകുമ്പോഴേ പഠിക്കാനിരുന്ന് അവർക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതേസമയം ചില കുട്ടികൾ വന്ന് സ്കൂൾ വിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് ഒറ്റ ഉറക്കമാണ്. അവർ ഉറങ്ങി എണീക്കുന്നത് പലപ്പോഴും 9 മണി 10 മണി നേരത്തായിരിക്കും രാത്രി. അത് കഴിഞ്ഞ് നൈറ്റിലെ ഫുഡും കഴിച്ച് പഠിക്കാനിരിക്കുന്നവരുണ്ട്. വന്നോണം വന്ന് ഹോംവർക്കൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം, അതായത് പുലർച്ചയ്ക്ക് ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ നേരത്തെ കിടന്ന് നേരത്തെ എണീറ്റ് പഠിക്കുക, എന്നാലും നിങ്ങൾ പഠിച്ചത് തലേ കയറുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ പാരൻസും ഒക്കെ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. വേറെ ഒരു എൻഗേജ്മെൻറ്റ് നമുക്ക് ഉണ്ടായിരുന്നില്ല. സ്കൂൾ വിട്ട് വരിക, ബുക്ക് എവിടെയെങ്കിലും വെക്കുക, അത് കഴിഞ്ഞ് പോയി കളിക്കുക, ഒരു 6 മണി 7 മണി ആകുമ്പോഴത്തേനും വീട്ടിലേക്ക് കയറി വരിക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. ഒരു 7-8 മണിക്കൊക്കെ നമ്മൾ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ, അതായത് സ്കൂൾ പഠിക്കുന്ന സമയത്ത് കിടന്നുറങ്ങിയിട്ടുണ്ടായിരിക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എണീറ്റ് ആ സമയത്താണ് പഠിക്കാനിരുത്തുന്നത്. ഒരു 4:30-ക്കൊക്കെ എണീറ്റ് ഒരു 5 മണിക്കൊക്കെ പഠിക്കാനിരുത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് രീതിയായിരുന്നു നമ്മുടെ കൊച്ചുകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അത് നമ്മുടെ അടുത്ത് നിർബന്ധപൂർവ്വം പറയുമായിരുന്നു, നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എണീക്കുക, ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ തലേ കയറും എന്നുള്ളത്. ചിലർ അങ്ങനെ ആ സിസ്റ്റത്തിലൂടെ കടന്നുപോയതായിരിക്കും. ചിലരാവട്ടെ ഇതുപോലെ തന്നെ രാത്രി പഠിച്ചു കഴിഞ്ഞിട്ടേ ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞ് 1 മണി 2 മണി വരെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഹോസ്റ്റലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് പലപ്പോഴും ഒരു 10:30 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയും വാർഡൻ. പിറ്റേ ദിവസം പുലർച്ചെ ഒരു 4:30-ക്കൊക്കെ ഞങ്ങളെ വിളിച്ചെണീപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ പലർക്കും പല ബുദ്ധിമുട്ടുകളാണ്. ആ ഒരൊറ്റ മൂഡിൽ അങ്ങോട്ട് ഇരുന്ന് പഠിച്ച് തീർക്കണം, അതായത് 1 മണി 2 മണി വരെ ഇരുന്നാലും കുഴപ്പമില്ല, പഠിച്ച് തീർന്നിട്ടൊക്കെ എടുക്കൂ, ചെയ്യാനുള്ള വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ എടുക്കൂ എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, നാളെ രാവിലെ എണീച്ച് പഠിച്ച് തീർക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്താണ് സൗകര്യം, അവർക്ക് എപ്പോഴാണ് പഠിച്ചാൽ പെട്ടെന്ന് തലയിൽ കയറുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിൽ പേശാവുന്നത്, ആ സമയം അവർക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ അത് സിസ്റ്റമാറ്റിക്കായി പോകാൻ മാത്രമേ നമ്മൾ സഹായിക്കേണ്ട കാര്യമുള്ളൂ. ചില കുട്ടികൾക്ക് ഇപ്പോൾ 12 മണി വരെ ഇരുന്നു അല്ലെങ്കിൽ 1 മണി വരെ ഇരുന്നു പഠിച്ചു കഴിഞ്ഞിട്ടേ കിടക്കുന്നുള്ളൂ എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് അവരുടെ അടുത്ത് നീ കിടക്കുന്നില്ലേ, നീ ഉറങ്ങ്, നാളെ എണീച്ച് പഠിക്കാം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അവർ പഠിച്ച് അത് കഴിഞ്ഞ് കിടന്നോളൂ. അതുപോലെ തന്നെ ചിലർക്കുണ്ട് ഇപ്പം നൈറ്റിൽ പഠിച്ച് തീർത്ത് കിടക്കണം എന്നില്ല, പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഒരു 3 മണിക്കോ 4 മണിക്കോ എണീറ്റ് ഒരു 6 മണി വരെയോ 7 മണി വരെയോ സ്കൂളിൽ പോകുന്ന ആ ടൈം വരെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ വിടും. ഓരോരുത്തർക്കും ഓരോരോ തീരുമാനങ്ങളാണ്. എനിക്കിപ്പോൾ പഠിച്ചാൽ കിട്ടും നന്നായിട്ട്. അവർ പഠിച്ച് അനുഭവിച്ച് അറിഞ്ഞതിന് ശേഷമാണ് ഇന്ന സമയത്ത് എണീറ്റ് പഠിക്കാമെന്ന് പറയുന്നത്. പക്ഷെ ചില ഉഴപ്പന്മാരുണ്ട്, ഇന്ന് പഠിക്കാൻ പറഞ്ഞാൽ ഞാൻ നാളെ രാവിലെ എണീറ്റ് പഠിക്കാമെന്ന് പറയും. രാവിലെ വിളിക്കുമ്പോൾ പറയും ഞാൻ വന്നിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് പഠിച്ച് തീർത്തോളാം എന്ന് പറയും. അവരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. അവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടൈം നമ്മൾ പറയുക, കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈം നമ്മൾ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അവരുടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. പലപ്പോഴും ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികളെ കൊച്ചു കുട്ടികളൊക്കെ ഇപ്പം LKG UKG 1 2 3 ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ നമ്മൾ കൂടെ ഇരുത്തി പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പഠിക്കാതെ ആകുമ്പോൾ നമ്മൾ വഴക്കുറേ തല്ലേ ചെയ്യുമ്പോൾ
നമ്മുടെ പേരൻസ് നമ്മുടെ അടുത്ത് ചോദിക്കും, അവൻ IAS-നൊന്നുമല്ലോ പഠിക്കണേ, ഇപ്പം തന്നെ ഇങ്ങനെ തല്ലി പഠിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ, നീയൊക്കെ എങ്ങനെയാണ് പഠിച്ചു വന്നേ ചോദിക്കുന്ന പാരൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അവർ നമ്മളെ എങ്ങനെയാണ് നന്നായിട്ട് അടിച്ചും വഴക്ക് പറഞ്ഞും ഒക്കെയാണ് വളർത്തിയിട്ടുണ്ടാവുക. പക്ഷേ അവരുടെ പേരക്കുട്ടികളാവുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി ഇമോഷണലായിട്ട് അവർ പെരുമാറും. കാരണം കുട്ടികളെ അടിക്കരുത്, വഴക്ക് വരുത് എന്നൊക്കെ നമ്മുടെ അടുത്ത് പറയും. അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. അതായത് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ തൊട്ടിട്ട് അതുവരെയ്ക്കും ഞാൻ കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിടും, അവർ പഠിക്കണമെങ്കിൽ പഠിച്ചാൽ മതി, 8ാം ക്ലാസ് തൊട്ടങ്ങനെ ഞാൻ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ 10ാം ക്ലാസ് തൊട്ട് ഞാൻ അവരെ പഠിപ്പിച്ച് തുടങ്ങാം എന്നൊക്കെ വയ്ക്കുമ്പോഴേക്കും ഈ കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പഠിപ്പിനൊരു പ്രധാന സ്ഥാനം ഉണ്ടെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ കുട്ടികളെ LKG UKG തൊട്ട് തന്നെ അവരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊണ്ടുവരാം. അപ്പോൾ അതിന് മുതിർന്നവർ വഴക്കിടുന്നതൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ പഠിപ്പിക്കേണ്ട സമയത്ത് അത് നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിച്ച് തുടങ്ങിയാൽ ആ കുട്ടികളിൽ ചൊട്ടയിൽ ശീലം ചുടല വരെ എന്ന് പറയില്ലേ, അതേപോലെ അവർ ആ സിസ്റ്റമാറ്റിക്കായിട്ട് ആ പഠിപ്പിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങിക്കോളും. ഓക്കെ ആണല്ലോ? എപ്പോൾ പഠിക്കണം, ഏത് സമയത്ത് പഠിക്കണം എന്നുള്ളത് ഓരോ കുട്ടികളിലും വ്യത്യസ്തമായിരിക്കും. അവർ അതിനനുസൃതമായിട്ട് പഠിച്ചോട്ടെ. അപ്പുറത്തെ വീട്ടിലെ കുട്ടി അല്ലെങ്കിൽ നിൻ്റെ ചേട്ടൻ രാവിലെ എണീറ്റ് പഠിക്കുന്ന ഒരാളാണ്, നീ കണ്ടില്ലേ കിടന്നുറങ്ങിയിട്ട് എന്താ കാര്യം, നിനക്ക് വല്ലതും തല കയറുന്നുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ചേട്ടനും അനിയനും വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്, അവർക്ക് പഠിക്കേണ്ട രീതി വ്യത്യസ്തമാണ്, അവരതിനനുസരിച്ചിരുന്ന് പഠിച്ചുകൊള്ളട്ടെ. നമ്മൾ ആ സമയത്തെക്കുറിച്ച് ബോധമിടാൻ വേണ്ട. രണ്ടാമത്തെ ഒരു ചോദ്യമാണ്, കുട്ടി തുടർച്ചയായിട്ട് എത്ര സമയം ഇരുന്ന് പഠിക്കണം? ചിലവർക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ 10 മിനിറ്റ് കൊണ്ട് അവൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ച് തീരുമെങ്കിൽ അവനത് പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ. ചില കുട്ടികൾക്ക് അതൊരു 20 മിനിറ്റാണ് വേണ്ടി വരുന്നതെങ്കിൽ അവന് 20 മിനിറ്റ് എടുക്കട്ടെ. ഇപ്പം 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 20 മിനിറ്റ് മാത്രമാണ് ഒരേ സമയത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഡിസ്ട്രാക്റ്റഡ് ആയി തുടങ്ങും. അപ്പോൾ 7 വയസ്സ് വരെയുള്ള കുട്ടികളെ അറ്റ് എ ടൈം 20 മിനിറ്റ് നമ്മൾ അവരെ പഠിക്കാനായിട്ട് ഇരുത്തണം. അതേസമയം ഒരു 10 വയസ്സ് 12 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ നമുക്കത് 30 മിനിറ്റ് ആക്കാം. ഒരു 14 15 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ 1 മണിക്കൂർ വരെ അവർക്ക് തുടർച്ചയായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള ഒരു കാലിബർ അവരിലുണ്ടായിരിക്കും. അതിന് മുൻപ് അവരെ എണീറ്റ് പോകണം എന്ന് പറയുമ്പോൾ നിർബന്ധപൂർവ്വം അവരുടെ അടുത്ത് 1 മണിക്കൂർ വരെ ഇരുത്തി നമുക്ക് അവരെ പഠിപ്പിക്കാം. അവർക്ക് അതിനുള്ള കഴിവുണ്ട്, അവരവിടെ ഇരുന്നോളും. പിന്നെ മടി കൊണ്ടാണ് പല കുട്ടികളും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാനാണ് അവർ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. 14 15 വയസ്സ് മുതലുള്ളവർക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്നിച്ചിരുന്ന് പഠിക്കാനായിട്ടുള്ള ഒരു ടാലൻറ്റ് നമ്മൾ കൊച്ചിലെ തന്നെ ഇങ്ങനെ വളർത്തിയെടുക്കണം സിസ്റ്റമാറ്റിക്കായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ചില കുട്ടികൾ സ്വന്തം ഇഷ്ടത്തിന് ഏത് സമയത്ത് പഠിക്കണം, എത്ര സമയം ഇരിക്കണം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കും. ചില കുട്ടികളെ നമ്മൾ നിർബന്ധിക്കണം. ഇപ്പം നമുക്ക് തന്നെ ഒരു 2 3 മക്കളുണ്ടെങ്കിൽ അവർ ഈ 3 മക്കളും 3 രീതിയിലായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കുക, 3 സമയത്തായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കുക, 3 സമയക്രമങ്ങളായിരിക്കും അവർ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിലൊന്നും കമ്പയർ ചെയ്യേണ്ട. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ അവർക്ക് അനുയോജ്യമായ രീതിയിൽ അവർ പഠിക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.